അസ്സലാമു അലൈക്കും. ഇന്നൊരു നെയ്പത്തൽ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. ഇത് നോർമലി പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ പച്ചരി ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 3/4 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലപോലെ വാഷ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം 3/4 കപ്പ് അരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. ഇനി ഇത് ഒരു നല്ല പോലെ നമുക്ക് അരഞ്ഞു കിട്ടേണ്ടതില്ല. തരി തരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമുക്ക് അരി ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതുപോലെ തരി തരിയായിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ, 1 സവാളയുടെ പകുതി, 3 ടീസ്പൂൺ വലിയ ജീരകം ഇവ കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇനി ഇത് അരിയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പൊടി ഒരിക്കലും കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് അരച്ചെടുക്കുന്നത്. പൊടി കൂടിയാൽ നമുക്കിത് ഹാർഡായിട്ടുള്ള ഒരു നെയ്പത്തിരിയാണ് കിട്ടുക. അതുകൊണ്ട് പൊടി വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് മാവ് നമുക്ക് കിട്ടേണ്ടത്. എണ്ണ ഒരു സൈഡിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഓരോന്നായി പരത്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ എന്തെങ്കിലും ഒന്ന് എടുക്കാം നമുക്കിത് പരത്താനായിട്ട്. അതിൽ അല്പം എണ്ണ തടവിയിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ഉരുളെടുത്ത് കൈയിൻ്റെ ഈ ഭാഗം കൊണ്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. പരത്തി കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു ലിഡ് അടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതുപോലെ മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ തിക്നെസ്സിലാണ് ഇവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും തിക്നെസ് കൂട്ടാം. അപ്പോൾ തിക്നെസ് കുറക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി പ്ലാസ്റ്റിക് കവറോട് കൂടി തന്നെ നമുക്കിത് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടും. ഇനി ഹൈ ഫ്ലെയിമിലിട്ട എണ്ണയിലേക്കാണ് ഇത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. ഇതിലെ ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ച് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അടുത്ത പത്തിരി ഇട്ട് കൊടുക്കുമ്പോഴും എണ്ണ നല്ല പോലെ ചൂടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പത്തിരി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് 3/4 കപ്പ് അരി വെച്ചിട്ട് നമുക്ക് 10 നെയ്പത്തിരിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നെയ്പത്തൽ ഇതുപോലെ 2 ലെയറായിട്ട് നല്ല പോലെ പൊങ്ങി കിട്ടണം. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അരിയൊന്നും കുതിർക്കാൻ വെക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് നെയ്പത്തൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ആ റെസിപ്പിയുടെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അതും വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ചൂടാറിയാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ബീഫ് കറിയാണ് നല്ല കോമ്പിനേഷൻ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.